ഹേ ഗായ്സ്, അഞ്ജൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അഞ്ജൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗണപതി ഒരുക്കിൻ്റെ അട എങ്ങനെ പ്രിപ്പയർ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അരിപ്പൊടി എടുക്കുക. ആ കത്തി ശരിയായില്ല ഫ്രണ്ട്സ്. അന്നേരം അമ്മ പുല്ല് വെട്ടുന്ന അരിവ എടുത്തിരിക്കുന്നത് അത് വേണ്ട. അപ്പോൾ ഞാൻ കത്തി എടുത്തു കൊടുത്തു. ഞാൻ അരിപ്പൊടി എടുത്തു, അത് പൊട്ടിച്ചു. നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുവാണ്. വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു. ആവശ്യത്തിനുള്ള പൊടി ഇട്ടു. നമ്മൾ വെക്കുന്നത് ഒറ്റ സംഖ്യ വെക്കണം. 3, 5, 7 അങ്ങനെ അട വെക്കണം എന്നാണ് ശാസ്ത്രം. നമ്മൾ ഉപ്പൊന്നും ഇടുന്നില്ല. ഉപ്പ്, തേങ്ങ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. ചൂട് വെള്ളം എടുക്കുക. അത് അവിടെ നെയ്യ് ഉരുക്കാൻ വെച്ചിരുന്നതാണ്. തേങ്ങയിൽ ഒഴിക്കാനായിട്ടുള്ള നെയ്യ് ഉരുക്കാൻ വെച്ചിരുന്നതാണ്. അങ്ങനെ ചൂട് വെള്ളം എടുത്തു, അതിലേക്ക് ഒഴിച്ചു. നമ്മൾ കുഴയ്ക്കാൻ പോവാണ്. ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. ഭയങ്കര ചൂടുവെള്ളം വേണമെന്നില്ല, ചൂടുവെള്ളം വേണം. നമുക്ക് കൈക്ക് പാകത്തിനുള്ള ചൂടുവെള്ളം വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചൂടുവെള്ളം എടുത്ത് കുഴച്ചെടുക്കുവാണ്. ആ ഒരു ഒരു പരുവം, ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസ് പരുവത്തിൽ കുഴച്ചെടുക്കണം. നമുക്ക് കൈ വെച്ച് പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ കറക്റ്റ് പരുവത്തിന് കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ഇലയിലേക്ക് പരത്തിയെടുക്കാം. നോക്കിയപ്പം പൊടി നമുക്ക് 5 എണ്ണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാവുണ്ട്. അങ്ങനെ നമ്മൾ 5 ഇല ഒപ്പിച്ച്. ഇതിപ്പോൾ 4 ഉള്ളൂ. ഒരെണ്ണം കൂടെ ഞാൻ പോയി ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അങ്ങനെ അമ്മ അത് 5ആയിട്ട് വിഭജിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. 1, 2, 3, 4. ഇനി ഒരിലയും കൂടെ വേണം ഫ്രണ്ട്സ്. 4 എണ്ണത്തിന് ഉണ്ട്. ഒരില ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയി ഇല എടുക്കാനായിട്ട് പോവാണ് ഫ്രണ്ട്സ്. ആ ഒരിലയും വന്നു, അതിലും വെച്ചു. ഇനി നമ്മളിത് പരത്താനായിട്ട് പോവാണ്. അമ്മ ഇതാ കൈ വെച്ച് എല്ലാം പരത്തി എടുക്കുവാണ്. അങ്ങനെ നമ്മൾ അവസാനത്തെ അടയും പരത്തിയെടുക്കുവാണ്. പരത്തി മടക്കിയെടുക്കുവാണ്. പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് മടക്കി അങ്ങനെ നമ്മൾ 5 അടയും റെഡിയാക്കി. ഇനി ഇത് കല്ലിലേക്ക് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് ചുട്ടെടുക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ ആവി കയറ്റും അങ്ങനെയൊന്നുമല്ല. 3 എണ്ണം ഇടാമെന്ന് വിചാരിച്ചു, വേണ്ടാന്ന് വെച്ചു. അങ്ങനെ 2 എണ്ണം താണ്ട് ആവി കയറ്റി നമ്മൾ ചുട്ടെടുക്കാനായിട്ട് പോവാണ്. ഇങ്ങനെ ചട്ടിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ചുട്ടെടുക്കും. ഓരോ സൈഡും ഇങ്ങനെ വെച്ചേക്കുക.
ഓരോ സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. നമ്മൾ ആവിയിലൊന്നുമല്ല, എണ്ണ ഒഴിച്ചിട്ടുമല്ല, ഇങ്ങനെ ഇങ്ങനെ ചട്ടിക്കകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചുട്ടെടുക്കുക. ഇതുപോലെ പപ്പടം പോലെ ആ ഇല പൊള്ളി വന്നാൽ ആയി എന്നാണ്, അത് വെന്തു എന്നാണ്. രണ്ടെണ്ണം നമ്മളിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ പരുവം നോക്കാം കേട്ടോ. വെന്ത് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും ഫ്രണ്ട്സ്. ഇങ്ങനെ ഇരിക്കും അട. ഈ അടയാണ് നമ്മൾ ഗണപതി ഒരുക്കിൽ വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം. ഇതിൻ്റെ കൂടെ മലയ്ക്ക് പോകാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളുടെ വീഡിയോയും അതുപോലെ ഏട്ടനും മോളും മലയ്ക്ക് പോകുന്ന വീഡിയോയും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ കയറി കാണാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക്സ് എ ലോട്ട്. ലവ് യു.